600+ കിലോമീറ്റർ കൊടൈക്കനാലിൽ നിന്നും വീട്ടിലോട്ട് വെച്ച് പിടിക്കാനുള്ള പ്ലാനിലാണ്. ആദ്യം വയനാട് വഴി പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ടൊക്കെ ശക്തമായിട്ടുള്ള മഴ കാരണം പിന്നീട് പ്ലാൻ മാറ്റിയിട്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതും ഒരു ചലഞ്ചിങ് ആയിരുന്നു. കൊടൈക്കനാലിൽ നിന്നും പളനിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഏകദേശം 3 മണിക്ക് ഇറങ്ങിയ നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് തിരിച്ച് പളനിയിലെത്തിയത്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എത്തിയപ്പോൾ തന്നെ നല്ല ശക്തമായിട്ടുള്ള കാറ്റും മഴയായിരുന്നു. ഇതുവരെയുള്ള യാത്രയിൽ കൂടുതലും കർണാടക തമിഴ്നാട് റോഡിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. പക്ഷേ ഇപ്പം ആദ്യമായിട്ട് കേരള ബോർഡറിലോട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ കേരളത്തിലോട്ട് ബൈ റോഡ് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഈ റോഡ് കണ്ടീഷനിൽ അത് മൊത്തത്തിൽ പാളിക്കിടക്കുകയാണ്. ഈ മഴ പെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ റൂട്ടിൽ എത്ര വലിയ കുണ്ടും കുഴിയാണെന്ന് നമുക്ക് രാത്രി സമയങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. സോ അങ്ങനെ മലപ്പുറം വഴി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ കർണാടകയിലോട്ട് എൻട്രി ആയി. കർണാടകയിലാണ് എൻ്റെ വീടുള്ളത്. കൊടൈക്കനാലിൽ നിന്നും കൃത്യം 3 മണിക്ക് പുറപ്പെട്ട നമ്മൾ പിറ്റേ ദിവസം 3 മണിക്കാണ് തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്. ഈ ഒരു യാത്ര ഈ ഒരു കുഞ്ഞു വണ്ടിയിലായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ ഒരു 600 കിലോമീറ്റർ നമ്മൾ ഫേസ് ചെയ്തു. യെസ്, അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടൈക്കനാലാണ്. ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. 600 കിലോമീറ്റർ ഉണ്ട്. സോ എങ്ങനെ പോകാമെന്നുള്ള വഴിയിൽ എങ്ങനെ പോകാമെന്നുള്ള യാതൊരു രീതിയിൽ ഐഡിയ ഇല്ല. യെസ് പ്ലീസ് ഓക്കെ. അങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. മലപ്പുറം വഴി മലപ്പുറം, കോഴിക്കോട് അങ്ങനെ പോകാനാണ്. അവിടെ നിന്ന് വീണ്ടും വയനാട്ടിലോട്ട് കയറും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ മലപ്പുറം നമുക്ക് പിടിക്കാം. പളനി വഴിയാണോ ഇപ്പം നമുക്ക് ഇറങ്ങി പോകാൻ വേണ്ടി വന്ന വഴി തന്നെ പോകണം. നമ്മളിതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ ചെറിയൊരു കടയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ? അതല്ലേ ബെറ്റർ. 600 കിലോമീറ്റർ ഉണ്ട്. നടുവേനെ എടുത്ത് നമ്മൾ പയ്യല്ലേ പോകുന്നത്. നമ്മുടെ ലഗേജ് എടാ ഇത് കുറച്ച് ഇതായി പോയിടാ. ഒരു മിനിറ്റ്, ഇപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊന്ന് പിടിച്ച്, ഇല്ലെങ്കിൽ ഇത് വീണ് പോകുമ്പോൾ നമ്മൾ അറിയില്ല. തരൂ. ഇപ്പോൾ സെറ്റായില്ലേ? ഇപ്പോൾ ഓണാക്കിയല്ലേ? അടിപൊളി. രാത്രി ആകുമ്പോൾ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ പറയാൻ പറ്റില്ല. പോവല്ലേ? ഇത് നമ്മൾ യൂട്ടേൺ എടുക്കണം അല്ലേ? ഈ ഒരു ലേക്കിട്ട് ഇവിടെ അടുത്ത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഏത് വഴി എടുക്കും? ഇവിടെ അടുത്തെങ്കിലും യൂട്ടേൺ ഉള്ളതോട്ട് എനിക്ക് തോന്നുന്നില്ലടാ. സമയം 3 മണിയായി. നമ്മളിതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് നോക്കാം. ആ ചേച്ചിയുടെ കടയിൽ വല്ലതും കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നല്ല ഫുഡായിരുന്നു. അത് കഴിച്ചാൽ പിന്നെ വയറിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ പണി പാളും. എല്ലാം ഓയിലാണ്, ഭയങ്കര ഓയിലാണ്. ക്യാരറ്റ് എല്ലാ സംഭവങ്ങളുണ്ട്. നീ പറഞ്ഞ മറ്റേ ഇത് എന്തായിരുന്നു അതിൻ്റെ പേര്? എടാ നീ ഒരു മറ്റേ കിഴങ്ങ് പോലെ ഒരു സംഭവം പറഞ്ഞില്ലേ? ആട്ടുംകാൽ. അങ്ങനെ എന്തോ സംഭവം. അവിടെയൊക്കെ മൊത്തം കോടമഞ്ഞ് കയറിക്കൊണ്ടിരിക്കും ആ ഒരു ഭാഗത്തൊക്കെ. റൈറ്റാണോ? യെസ്. ഇതെന്താണ് തമിഴിൽ വരച്ച് വെച്ചിരിക്കുന്നത്? ഈ വഴി തന്നെയാണോ? ആഹാ, നല്ല ഇറക്ക. ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ പണി പാടും. താഴോട്ടല്ലേ? കുഴിയാട്ടോ. എടാ ഡെഡ് ഉണ്ടടാ. സ്ട്രൈറ്റാ? അതെങ്ങനെ? റോഡ് റൈറ്റാ? റോഡുണ്ടോ? എവിടെ? എടാ പോവില്ലടാ. നീ എന്താടാ? ഞാൻ 2 വീലറിനെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയായത്? ഇത് ഏതൊക്കെയോ വഴിയിലൂടെ വന്നു നമ്മൾ. ഇതേ പഴയ വീട് കണ്ടില്ലേ? ലെഫ്റ്റോ? ആയിക്കോട്ടെ. ലെഫ്റ്റ് ആയിരുന്നോ? നീ കാറിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ എന്താ ആ വ്യൂ കാണാൻ പറ്റിയല്ലോ. കൂലി ഘാട്ട് റോഡോ? ഇത് എവിടെ എത്തും? ഈ വഴിയാന്ന് തോന്നുന്നു. ലെഫ്റ്റ് നഗർ സ്ട്രീറ്റ്. യെസ്ഡാ, ഈ വഴി തന്നെ.
ஆனோ ஆனால் முன்னாடி ரோடு இருக்கா? ஆமாம் போகலாமா? ஓகே தேங்க்ஸ் சார். ரைட்லையா? ஓகே ஓகே சார். दादा പോകാൻ മുടിയുമെന്നാണ് പറഞ്ഞത്. ഇവിടെ റോഡ് തെറ്റിയാൽ പ്രശ്നം ഇതാടാ, തിരിച്ച് കയറാൻ പറ്റില്ല. ഇറങ്ങുന്നത് എങ്ങനെ ഇറങ്ങാം? താഴോട്ടാണോ? ഉറപ്പാണോ? സൂഫ്, എന്താ റോഡ്. അതെ പള്ളി 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 ചർച്ച വന്നിരിച്ച്. വ്യൂ പോയിന്റ് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയാണോ പോകുന്നത്? ആണോ? ഇവിടെ നമുക്ക് നല്ല വ്യൂ ഉണ്ടോ? അതെ മലയുടെ അടിപൊളിയല്ലേ. സോ ഇതാണ് പള്ളി, ചേട്ടൻ പറഞ്ഞ പള്ളി. അടിപൊളി ഫ്രെയിമാണ്. എന്തായാലും പോവാം. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാളിൻ്റെ അങ്ങോട്ട് വന്നല്ലേ, ലെഫ്റ്റ് സൈഡ്. അതിൽ എക്സിറ്റ് ഏതാ? ഇതല്ല എക്സിറ്റ്. വഴി മാറി കയറിയവർ. യെസ്, ദേ അങ്ങ് ദൂരെ കാണുന്ന മലയില്ലേ, ആ മലയാണ് പകുതിക്ക് മഞ്ഞ് മൂടി കിടക്കുന്നത്. നേരത്തോട്ട് അങ്ങനെയാണ്. നേരെ പോയ മധുരൈ തിരുച്ചി. ഇത് പളനിക്കുള്ള റൂട്ടാണ്, കൊടൈക്കനാൽ പളനി. പളനി വഴി പാലക്കാട്, പാലക്കാട് വഴി മലപ്പുറം, അവിടെ നിന്ന് നേരെ കണ്ണൂർ, കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ പിടിക്കാം, ഇല്ലെങ്കിൽ വയനാട് വഴിയും പിടിക്കാം. ബോഗൈൻവില്ല പൂക്കൾ എവിടെ പോയി നിൽക്കുന്നില്ല. കൂമ്പൂർ വയൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ വന്ന വഴിയാണ്, പളനി റൂട്ട് തന്നെയാണ്. സോ ഇവിടെ നിൽക്കുമ്പം ആ ഒരു മഞ്ഞിൽ നിറഞ്ഞ ഒരു മല ഉണ്ടായിരുന്നു അപ്പുറത്ത്, ഇപ്പം കാണുന്നില്ല, മറയായിപ്പോയി. ദേ അങ്ങ് ദൂരെ കാണുന്നില്ലേ ആ ഒരു മല. സോ ഇവിടെ താഴെ തന്നെ ഒരു വീടുണ്ട്. സോ അങ്ങ് ദൂരെ കാണുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ വഴിക്ക് തന്നെയാണ് നമ്മൾ ചുറ്റിക്കറങ്ങി പോകുന്നത്. ഈ മല കറങ്ങി തിരിച്ചിറങ്ങണം. പളനി അങ്ങോട്ടാണ്. ആ ഒരു ബാക്ക് വാട്ടർ കണ്ടില്ല അങ്ങ് ദൂരെ, ആ ഒരു മലകളുടെ നടുവായിട്ട്. എടാ അവിടെ ഒരു വാട്ടർഫാൾ കണ്ടോ? ഇതേ അവിടെ താഴെ അവിടെ ഒരു വാട്ടർഫാളും ഉണ്ട്. ഹലോ. യെസ്, ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. യെസ്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാം, അതാണ് പലാർ ഡാം. ഓർമ്മയുണ്ടോ ഈ സ്ഥലം? നമ്മൾ നിർത്തിയ സ്ഥലമാണ്. യെസ്, വീണ്ടും ഇവിടെ തന്നെ നിർത്തി. ബസ് ലോറി. ആ മലയിൽ മൊത്തം മഞ്ഞ് മൂടി കിടക്കുവാണ്, കണ്ടില്ലേ? അതാണ് ശരിക്കും കൊടൈക്കനാൽ. ആ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ് കൊടൈക്കനാൽ. ഞങ്ങൾ വരാൻ നേരത്ത് ഇത്രയ്ക്ക് മഞ്ഞില്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ മൂടി നിൽപ്പുണ്ട്. ഇതാണ് ടോട്ടൽ വ്യൂ. ഈ മല ഇറങ്ങി താഴോട്ടിറങ്ങുക. നമുക്കിവിടെ നിന്ന് താഴ്വശമൊക്കെ കാണാം അല്ലേ, പളനി ആ ഭാഗം. പളനി അമ്പലത്തിൽ കയറുന്നുണ്ടോടാ? പളനി ഈ മലയുടെ മുകളിൽ കുറച്ചൊക്കെ പച്ചപ്പായി തുടങ്ങി. ഈ ഒരു വഴി കുറച്ച് ഇടിഞ്ഞ വഴിയാണ്, പ്രോപ്പറായിട്ടുള്ള കൈവരികളില്ല, സൈൻ ബോർഡ്സൊക്കെ കുറച്ച് കുറവാണ്. ഇത് കുറച്ച് നല്ല ഫ്രെയിം അല്ലേ? നിൽക്കുന്നുണ്ടോ? ഒരു ഫോട്ടോ എടുക്കാം, നല്ല ലുക്ക് ഉണ്ടാവും. നല്ല ഉണ്ടാവിടാ. രാവിലെ കയറി വരാൻ നേരത്ത് ഇവിടുത്തെ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുടെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു താഴെ. സോ അതിൻ്റെ ഒരു വലിയൊരു ക്ഷേത്രമാണ് മുകളിലുള്ളത്. അവിടെ എന്തോ പരിപാടിയുണ്ട്.
ഈ ഭാഗം മുകളിൽ കണ്ടില്ലേ, മഞ്ഞാണ്, മഞ്ഞ് വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ക്ലോസപ്പിൽ കാണാൻ സാധിച്ചു മഞ്ഞിനെ. കുതിര കുതിര കുതിര, കൊമ്പൈക്കാടു. ചോദിച്ചു നോക്കാം. ഇല്ലടാ, ആരും കാണാനില്ല. 14-ാമത്തേൽ 9-ാമത്തെ ഹെയർ പിന്ന്. കുറച്ച് വളവൊക്കെ കൂടുതലുള്ള വഴിയാണ്. സഡന്നായിട്ടാണ്. ഫ്രണ്ടിൽ 2 ലോറി പോകുന്നുണ്ട്. പക്ഷേ 10-ാമത്തെ അല്ലേ? 14-ാമത്തേൽ 10-ാമത്തെ. ലെഫ്റ്റ് എടുത്ത് പോവാണ്, പാലക്കാട് റൂട്ട്. പിന്നെന്തിനാ പെട്ടെന്ന് ബ്രേക്ക് അടിച്ച്? ഇതിൻ്റെ അപ്പുറയാണ് പഴനി അല്ലേ? ഈ മലയുടെ അപ്പുറല്ലേ? അവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർ പോകുന്നു. എത്രയാന്ന് ഒരു പിടിയില്ല. മധുരൈ 140 കിലോമീറ്റർ അല്ലേ? പളനി 29. 29. പളനിയിൽ നിന്നും 29 കിലോമീറ്റർ പോകുന്നു. ഇവിടെ പോകുന്നപ്പോൾ തന്നെ നല്ല മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ പിന്നെ കോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സൈഡിൽ ഒതുക്കിയത്. ഇത് നാഷണൽ ഹൈവേ 83 അല്ലേ? നമ്മൾ കയറിയ വഴി. വരുന്ന വഴിക്ക് മൊത്തം എന്താ പറയുക, വിൻമില്ലുകളായിരുന്നു. വിൻമില്ല്. ഇവിടെ നല്ല ശക്തമായിട്ടാണ് കാറ്റ് വീശുന്നത്. തണുപ്പ് കാറ്റ് പോട്ടെ. അതായത് ഇവിടെ മൊത്തം വിൻമില്ലാണ്. ഇപ്പോൾ ഇങ്ങോട്ട് അതെ വിൻമില്ല് ഇതെവിടെ കാണുന്നത് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ വിൻമില്ലുകൾ കറങ്ങുന്നത്? അമ്മാതിരി കാറ്റാണ് അടിക്കുന്നത്. ഇത്രയും നേരം കട്ട മഴയായിരുന്നു. പൊള്ളാച്ചി വഴി വന്നത്. പൊള്ളാച്ചിയൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. യെസ്, ഇപ്പോൾ ഉള്ളത് നമ്മൾ പാലക്കാട് 30 കിലോമീറ്റർ. അപ്പോൾ കേരള തമിഴ്നാട് ബോർഡറാണ്. വെൽക്കം ടു കേരള. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിലോട്ട് വരുന്നത് ബൈ റോഡ്. ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വണ്ടി ഓടിച്ച് വരുന്നത് ആദ്യമായിട്ടുള്ളതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു മഴക്കാലത്ത് എങ്ങനെയാണെന്ന് എന്താണെന്ന് അറിയത്തില്ല. പോയി നോക്കിയാലേ അറിയുള്ളൂ. നമ്മുടെ തലപതി വിജയം ഇവിടെ ഉണ്ടല്ലോ. എന്ത് കട്ട മഴയാണെന്നറിയോ. മൈസൂർ വഴി വിടാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ വഴി പോയെങ്കിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അവിടെ ക്ലോസ്ഡ് ആണ് രാത്രി സമയം. അയ്യോ. എന്തായാലും ഞാൻ കേരളത്തിലോട്ട് വെൽക്കം ടു കേരള. നൈസ് ടു മീറ്റ് യു. യെസ്, മഴ വെൽക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ കേരളത്തിലോട്ട് എൻട്രി ചെയ്തിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ KL ഓട്ടോ എല്ലാം തമിഴിൽ നിന്നും മലയാളത്തിലോട്ട് മാറിയിരിക്കുന്നു. യെസ്, മഴയും വന്നല്ലേ. നല്ല മഴയാണ്. കുറച്ച് ദൂരെ പോയിട്ട് എവിടേക്ക് ഒതുക്കട്ടെ. എന്തായാലും ഞാൻ കേരളത്തിലോട്ട് എത്തി. ആദ്യമായിട്ടാണ് കേരളത്തിലോട്ട് ബൈ റോഡ് വരുന്നത്. കേരളം എത്തി എന്നുള്ള അടയാളമാണ് ബാക്കിൽ കാണുന്ന ഈ ഒരു ലോട്ടറി കടകൾ. കണ്ടില്ലേ, തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ട് തമിഴ്നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ലോട്ടറി വാങ്ങാറ്. ചുറ്റും ഇതാണ്. അതായത് അപ്പുറത്തും ഇപ്പുറത്ത് ഇതാണ്. ഇത്രേ ദൂരം വരുന്ന വെച്ച് മൊത്തം ഇങ്ങനത്തെ കടകളായിരുന്നു. KGF ലോട്ടറിയോ, ലോട്ടറി ഏജൻസി. വാങ്ങുന്നുണ്ടോടാ ലോട്ടറി? മഴ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മഴ, നല്ല തണുപ്പ്. തണുപ്പുണ്ടോ? എനിക്ക് തണുപ്പ് അത്രയ്ക്കും ഫീൽ ചെയ്തില്ല. വിശക്കുന്നില്ലേ? അവിടെ ഒരു ബോർഡർ ബിരിയാണി എന്ന് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ അറിയോ? ബോർഡർ ബിരിയാണി എന്ന് പറയുമ്പോൾ കേരളം കർണാടക, പക്ഷേ കേരളം തമിഴ്നാട് തമ്മിലുള്ള ബോർഡർ അല്ലേ? അപ്പോൾ അരി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങും, കോഴി കേരളത്തിൽ നിന്ന് വാങ്ങും. വയറുള്ളല്ലോ. നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം പോയിട്ട്. യെസ്, ഇപ്പം നമ്മൾ എവിടെയാണ്? പാലക്കാടൊക്കെ കഴിഞ്ഞിട്ട് കടംവഴിപ്പുരം അല്ലേ? യെസ്, കടംവഴിപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നല്ല മഴയായിരുന്നു. റോഡൊക്കെ കണ്ടില്ലേ? ഇപ്പുറത്തെ സ്ട്രീറ്റൊക്കെ ഒഴുകി പോകുന്ന വെള്ളം ഇതുവരെയായിട്ട് നിന്നിട്ടില്ല. ഇവിടെ ഒരു കാനയുണ്ട് നിന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് വയനാട് കൂടി പോവുക, മറ്റൊന്ന് കണ്ണൂർ. അങ്ങനെ ആ ഒരു വഴി കൂടി പോകാനുള്ള 2 വഴിയുണ്ട്. അപ്പോൾ ഏത് വഴി പോകണമെന്നാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സൈൻ ബോർഡൊക്കെ വാഴത്തോട്ടത്തിൻ്റെ നടക്കുകയാണല്ലേ. മാഹി എന്താണ്, ചൊക്കുലി അല്ലേ? നേരം വെളുത്ത് ഇതുവരെ കണ്ണൂർ എത്തിയിട്ടില്ല. ഇപ്പം ഞങ്ങളുള്ളത് എവിടെയാടാ? സ്ഥലപ്പേരെന്താ? മാഹിയോ?
ഏതോ ഒരു സ്ഥലം കോഴിക്കോടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കണ്ണൂരിന് ഏകദേശം ഒരു 25 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ റോഡ് വളരെ മോശമായിരുന്നു. NH 63 ആണോ ഏതാണെന്ന് അറിയത്തില്ല. റോഡ് ഭയങ്കര മോശം, ഇല്ല. രാത്രി എവിടെയും സ്റ്റേ ചെയ്തില്ല. ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങനെ വന്നു. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു 100 കിലോമീറ്റർ എത്തിച്ച് പിടിക്കാൻ വേണ്ടി ഒരു രാത്രി തന്നെ വേണ്ടി വന്നു. അത്രത്തോളം റോഡ് മോശം, വേസ്റ്റായിരുന്നു. നമുക്ക് വയനാട് വഴി വിട്ടാൽ മതിയായിരുന്നു. അവിടെ റോഡ് മോശമായും കുഴപ്പമില്ല, ആ ഒരു വൈബൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോകാമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഹൈവേ, കുറച്ച് കോഴിക്കോട് ആ ഒരു സിറ്റിയുടെ ഭാഗത്തും പിന്നെ കണ്ണൂരുടെ സിറ്റി എത്താറാവുമ്പോഴും ഇങ്ങനെ ഫ്ലൈ ഓവറൊക്കെ എടുത്ത് കുറച്ച് കുട്ടപ്പനായിട്ട് നടക്കുകയാണ്. റോഡ് മോശവും. ഇവിടെ ഒരു സംഭവമുണ്ട്, അതായത് മാഹിയിലെ പെട്രോള് 11-12 രൂപ കുറച്ച് ഇവിടെ HP കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു സർവീസ് റോഡ് കയറിയിരിക്കുന്നത്. അങ്ങോട്ടാണ് മെയിൻ റോഡ് പോകുന്നത്. ഈ ഒരു ബോർഡ് കണ്ടിട്ടാണ് ഇഷ്ടംപോലെ കാറുകാർ ഈ ഒരു വഴിയും വരുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല. സോ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഈ വണ്ടി കണ്ടാൽ മനസ്സിലാവും എമ്മാതിരി അഴുക്കാണെന്ന്. കണ്ടില്ലേ, റോഡ് അത്രത്തോളം മോശമായിരുന്നു. അയ്യോ, സിമെന്റ് പണിക്ക് പോയിട്ട് വന്ന പോലെ ഉണ്ട് വണ്ടിയുടെ കോലം ഇപ്പൊ കണ്ടാല്. നാഷണൽ ഹൈവേ 66 കണ്ണൂർ എത്താറാവുമ്പം അവിടെ ടോൾ ഗേറ്റും ഉണ്ട്, റോഡും പൊളിയാണ്. നടുക്ക് വെച്ച് മാത്രം, കണ്ണൂരും കോഴിക്കോടിൻ്റെ നടുക്ക് വെച്ച് മാത്രം റോഡ് വളരെ മോശം. നല്ല മഴക്കാർ, നല്ലൊരു മഴ പെയ്തിട്ട് പോയി. ഇപ്പം ഇവിടെ ഇതൊരു പാലമാണ്. ഇവിടെ കണ്ടില്ലേ, അവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അങ്ങ് ദൂരെ. സോ ഈ ചെമ്മീൻകെട്ട അങ്ങനത്തെ ഉള്ള എന്തോ ഇത് പാടത്തിലോട്ട് വെള്ളം തിരിച്ചു വിട്ടേക്കുന്നതാണ്. ഇത് 3 വരി പാതയാണ്. അതുപോലെ തന്നെ ഈ ചിലവർ ഈ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് എക്സിറ്റും ചെയ്യാറുണ്ട്. ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നു. മീൻ കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? യെസ്, അങ്ങനെ നമ്മൾ കണ്ണൂരിലെത്തി. കണ്ണൂർ ഹൈവേ ഒക്കെ എവിടെ പോയി എന്നറിയില്ല. നമ്മളെ സിറ്റീൻ്റെ ഉള്ളിലോട്ടൊക്കെയാണ് ഈ റോഡ് കൊണ്ടുവന്നത്. ഇവിടെ ഒരു ഭാരത് പെട്രോൾ പമ്പുണ്ട്. കണ്ണൂറാണ്. ഒരു പ്രത്യേക ഒരു ഡിസൈൻ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. കായലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. കണ്ടപ്പോൾ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചു. നല്ല കട്ടക്ക് പെയ്യുന്ന മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ 1.5 മഴയായിരുന്നു, ഒരു രക്ഷയില്ല. എന്താ പറയുക, ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ വെക്കുമ്പോൾ നേരത്തെ പറ്റത്തില്ല, അത്രയ്ക്കും മഴയായിരുന്നു. മൈക്ക് ഓൺ ചെയ്യാനും പറ്റത്തില്ല. ഫുള്ള് ഇത്ര 2 കോട്ടിട്ടിട്ടും നനഞ്ഞിട്ടുണ്ട്. അമ്മാതിരി മഴയാണ്. കണ്ണൂരും പയ്യന്നൂരും ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് വയനാട് ആ ഒരു ഭാഗമില്ല, അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വയനാട് ആ സൈഡല്ല, കർണാടക ബോർഡറിലോട്ട് എക്സിറ്റ് ആവണം ആ ഒരു വഴിയാണ്. ഇവിടെ നിന്ന് ഇനി 130 കിലോമീറ്റർ ഉണ്ട്. അപ്പം അവിടെ എത്തുന്നേക്കാളും മുമ്പ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയാവാറായി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇത് കുറച്ച് വിജനമായ സ്ഥലം, ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെയാണ്. ടോട്ടലി ടയേർഡായി. കാരണം ഇന്നലെ 3 മണിക്ക് നമ്മൾ കൊടൈക്കനാൽ വിട്ടതാണ്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. ഇതുവരെ നമുക്ക് ഇനി 130, 600 കിലോമീറ്ററിൽ ഇനി 130 കിലോമീറ്റർ ബാലൻസ് ഉണ്ട്. കേരളമായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ. റോഡൊക്കെ വളരെ മോശം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ രാത്രി ആയതുകൊണ്ട് അത്രയ്ക്കും എന്താ പറയുക, ആ ഓരോരോ ജില്ലകൾ പാസ്സായി ഇങ്ങനെ വരാൻ നേരത്ത്, ഇപ്പോൾ പാലക്കാടാണെങ്കിൽ അടുത്തത് കോഴിക്കോട്, അതൊക്കെ നമുക്ക് അത്രയും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ എന്താ പറയുക പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ കോഴിക്കോട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടതിനേക്കാളും ഒരുപാട് മാറിയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഫീൽ ആയതുള്ളൂ. പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ, പിന്നെ നല്ല ട്രാഫിക് ആയിരിക്കുമല്ലോ, കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കാത്തത്. നല്ല മഴയായിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടൊക്കെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുവാണ്. നീ മാപ്പ് സെറ്റ് ചെയ്തോടാ. ഇത്രയും നേരം റോഡ് കുറച്ച് അടിപൊളിയായത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗോ, എഞ്ചിനീയർ കോളേജാണോ ഇവിടെ? കൊള്ളാലോ. ലെഫ്റ്റ് സൈഡ് മൊത്തം പാറയാണ്. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു കൃഷിയിടമൊന്നും കാണാൻ സാധിക്കാത്തത്. തെരുവപ്പുല്ല്. യെസ്.
സ്ഥലം അടിപൊളിയാണ്, നോക്കിക്കേ അല്ലേ. ഓ, ഇങ്ങോട്ടൊക്കെ മെയിൻ കൃഷി റബ്ബറാണ്. നിയർലി കർണാടക ബോർഡറാണ്. കർണാടക ബോർഡർ നിയർലി കുറച്ചുണ്ട്, എന്നാലും ഈ സൈഡിലോട്ട് കർണാടക ബോർഡറാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഒരു മലയും കയറാനുണ്ടാവുമല്ലോ, അതാണ് ഇറക്കം ഇറങ്ങുമ്പോൾ പേടി. ഈ വണ്ടി കയറ്റം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ഇറക്കം ഇറങ്ങിയിട്ട് ഒരു കയറ്റവും ഉണ്ടാവും. ഇത് മഞ്ഞാന്ന് തോന്നിപ്പിക്കും, പക്ഷെ മഞ്ഞല്ല, താഴത്തെ വീട്ടിൽ നിന്ന് പുക കയറി വരുന്നതാണ്. റബ്ബർ തോട്ടത്തിന് നടക്കൊരു വെയിറ്റിംഗ് ഷെഡ്. ഇവിടെയൊക്കെ മറ്റേ ചെങ്കല്ലില്ലേ, നോക്കിക്കേ. കാസർഗോഡ് നിന്നല്ലേ ആ ഈ ഭാഗത്ത് നേരത്തെ ആ ഗ്രൗണ്ടിൻ്റെ അവിടെ കണ്ടില്ലായിരുന്നോ, അതൊക്കെ ചരല് പോലെയുള്ളത്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയുണ്ട്. നല്ല വീതിയുള്ള റോഡും, അടിപൊളി റോഡാണ്. എവിടെയും കുണ്ടും കുഴിയും ഒന്നുമില്ല. റിഫ്ലക്ടറും ഉണ്ട്, സൈൻ ബോർഡും ഉണ്ട്, അത്യാവശ്യം ലൈൻ മാർക്കിങ്ങും ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പള്ളിപ്പാറ. എടാ എങ്ങോട്ടാ? ലെഫ്റ്റ് അല്ലേ? താഴോട്ടാണടാ ആ ഒരു സ്ഥലം, മുക്കട എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് എങ്ങോട്ടാ? പുളിയന്നൂർ സ്കൂള്. ഓ, അങ്ങ് ദൂരെ ആ മലയുടെ മുകളിലൊക്കെ മഞ്ഞ് കയറി കിടക്കുവാണ്. ഇതിപ്പോൾ 1.5 ഇറക്കമാണ്. ബ്രേക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും റബ്ബർ തോട്ടത്തിലുണ്ടാവും. മഞ്ഞല്ലേ? പുള്ളിപ്പാറയിലാണ് ഈ മഞ്ഞുള്ളത്. പുള്ളിപ്പാറയിലെ മഞ്ഞാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പകുതി പെട്രോൾ ഇവിടെ തീരൂടാ. ഈ റോഡ് പോയിരിക്കുന്നത് കണ്ടില്ലേ, ഒരു മല കയറി ഇറങ്ങി. ഇതിപ്പം കയറിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മല കയറാനുണ്ടാവും. നല്ല രീതിയിൽ പെട്രോളും ചിലവാണ്, ഈ വണ്ടി കയറാനും ബുദ്ധിമുട്ടാണ്. ആ, ഒരു പുഴ എത്തി. ആ, അത്യാവശ്യം വെള്ളമുണ്ടല്ലോ, കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നത് കണ്ടില്ലേ. തേജസ്വിനി റിവറാണോ? നല്ല വെള്ളമുണ്ട്, കലക്ക് വെള്ളം, അതായത് മഴവെള്ളം. ആ ഒരു മലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്ന കണ്ടില്ലേ, അവിടെയൊക്കെ രണ്ട് ഭാഗത്തു നിന്ന് വന്ന ആ ഒരു നദി കണ്ടില്ലേ, ചെറിയ പുഴ ഇങ്ങനെ ജോയിനായി. തേജസ്വിനി അല്ലേ? തേജസ്വിനി റിവറാണ്. പുഴയിൽ മീനൊന്നും കിട്ടൂലടാ? മീനൊന്നും കിട്ടൂലേ ഈ പുഴയിൽ? ഇല്ലേ? ആ, കയറ്റമില്ല എന്ന് പറഞ്ഞ ആളാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് താഴോട്ടാണോ? ഓക്കെ, ഇതേതോ മെയിൻ റോഡാണല്ലോ, മഹാരാഷ്ട്ര. എങ്ങനെ? ഏത് റോഡാണ്? എങ്ങനെ? ഇല്ലിലി തട്ടൂന്നോ? തട്ടിയില്ലെങ്കിലോ? കളിക്കടവ്. ആ, നീലേശ്വർ റോഡ്. ആ, കാസർഗോഡ് നീലേശ്വർ റോഡല്ലേ? യെസ്, ഞാൻ കണ്ടായിരുന്നു. ഞാൻ രാവിലെ കണ്ട ചെക്ക് ചെയ്തപ്പോൾ മാപ്പിൽ. യെസ്, ആനവണ്ടി കയറി വരുന്നു. ആനവണ്ടി. എല്ലാം കുന്നിൻ്റെ മുകളിലൊക്കെ. പറപ്പച്ചൽ. ഇത് 1.5 സ്ഥലമാണല്ലോടാ. കുരിശുപള്ളി കാണാം. ചെറുപുഴ, വെള്ളരിക്കുന്ന് ആ ഒരു ഇന്ത്യൻ ഓയിൽ ഫ്യൂൽ സ്റ്റേഷനുണ്ട്. ഇവിടുന്ന് എങ്ങനെ സ്ട്രൈറ്റ് ആണോ? വെള്ളരിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് റൈറ്റിലോട്ടാണ് പോകുന്നത്. ആ ഒരു വഴിയില്ലേ? ഇതേ മൊത്തം മലകളാണല്ലോടാ. ഈ മലമുകളിൽ എല്ലാ കൃഷിയും ഉണ്ടടാ. റോഡ് സൈഡിലൊക്കെയാണ് കപ്പ നട്ടിരിക്കുന്നത്. അവിടെ കപ്പ നട്ടിരിക്കുന്നത് കാണുന്നത്. ഇതേക്കൂട്ട് റോഡ് സൈഡിൽ പുല്ല് ചെത്തിട്ടില്ലേ, ഇങ്ങനെ റോഡ് സൈഡിൽ കപ്പ നട്ടേക്കണെന്ന് ശ്രദ്ധിച്ചില്ല.
കപ്പ, വാഴ എല്ലാം ഉണ്ട്. ഇവിടെ കുറച്ച് ദൂരം വന്നപ്പോഴത്തേനും ഭീമനാടി അങ്ങനെ ചെറിയൊരു ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് വലിയതാണല്ലോ. ചെറുപുഴ, വെള്ളരിക്കുന്ന് സ്ട്രൈറ്റ് അല്ലേ? ഇപ്പോൾ ഒരു കൊടും കാടിൻ്റെ ഉള്ളിൽ കയറിയാണ് ഈ റോഡ് പോയിരിക്കുന്നത്. നല്ലൊരു വൈബ് സ്ഥലം, നല്ല ഫീൽ ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലേ. നീ കുറച്ചെങ്കിലും ആ ഒരു ഷെഡിൽ കിടന്ന് നീ ഉറങ്ങില്ലേ, വെയിറ്റിംഗ് ഷെഡിൽ? ഞാൻ കണ്ടല്ലേ. എനിക്ക് ഈ ലോറിയുടെ ശബ്ദം ആയതുകൊണ്ടേ പറ്റിയില്ല, നെഞ്ചത്തോട്ട് കയറി വരുന്ന കൂട്ട ഫീലായത്, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതേവിടെ മലയുടെ മുകളിലൊക്കെ മഞ്ഞ് കൂടിയിരിക്കുന്നു, അപ്പുറത്ത്, ഈ മലയുടെ അപ്പുറത്ത്. യെസ്. എടാ തണുപ്പടിച്ച് ഉറങ്ങല്ലേ ബാക്കില്? തുടരുമില്ല, സെയിം അതേ കറുത്ത വണ്ടി. ഒരു ഫോട്ടോ എടുക്കാറുണ്ട് എൻ്റെ മൊബൈലിൽ നിന്നിട്ട്. യെസ്. എടാ ഇതാടാ വെള്ളരിക്കുന്ന്, അത്യാവശ്യം വലിയ ടൗൺ ആണല്ലോ. ഉറങ്ങിയോ? ഇതാടാ വെള്ളരിക്കുന്ന്, ഇതാണ് വെള്ളരിക്കുന്ന്. കുന്നുന്നാണോ? കുന്നല്ലേ? മഴ വന്നു, മഴ വന്നടാ. ചായ കുടിക്കും. മറ്റേ കല്ലാട്ടി കാട്ടിനെ കൂട്ടായി പോയില്ലടാ, കുത്തനുള്ള കയറ്റായല്ലടാ. ഇത് കയറുന്നതിന് തോന്നുന്നില്ലടാ. അയ്യോ മേ. ഇതൊന്നൊന്നര കയറ്റായിപ്പോയി. കല്ലാട്ടി ഘാട്ടാണെങ്കിലും ആ ഊട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു മെച്ചമുണ്ടായിരുന്നു. എടാ എന്നെ വഴിക്കിട്ടിട്ട് പോയാ? ഇതൊന്നൊന്നര കയറ്റായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചാർന്നു ഒരു കയറ്റം ഉണ്ടാവുന്നു. ഒരു ഷോർട്ട് കട്ട് വഴി കൂട്ടിക്കൊണ്ട് വന്നതാ. ഇവിടെ വന്നപ്പോൾ തൂക്കുപാലം. മുമ്പിൽ ഏതെങ്കിലും വണ്ടി വന്നെങ്കിൽ ബ്ലോക്ക് ആവില്ലേ? റിവേഴ്സ് എടുക്കാൻ പറ്റുമോ? ഓക്കെ. നല്ല വെള്ളം ഉണ്ടല്ലേ? ഞാൻ ലെഫ്റ്റും റൈറ്റും നോക്കിയെങ്കിൽ പണി പാടും.